ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിടക്കൂട്ടിന് വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ചാന്ദിനിയെ കാണാനായി ബീഹാറിലേക്ക് വന്നിരിക്കുകയാണ് സുഭാഷും സുധീഷും നിധിയും. വീട്ടിലേക്ക് വന്ന് അവർ ചാന്ദിനിയെ കാണുകയും സുഭാഷും ചാന്ദിനിയും തമ്മിലുള്ള വിവാഹകാര്യത്തെ കുറിച്ച് സംസാരിക്കുകയുമാണ്. ചാന്ദിനിയുടെ അച്ഛനും അമ്മയും വിവാഹത്തിന് സമ്മതിക്കുന്നില്ല. ബീഹാറിൽ തന്നെയുള്ള പണക്കാരനെ കൊണ്ട് ചാന്ദിനിയെ കല്യാണം കഴിപ്പിക്കാനാണ് അവരുടെ തീരുമാനം. 6 മാസത്തിന് ശേഷമേ ചാന്ദിനിയുടെ വിവാഹം നടത്തുമെന്ന് അവർ പറയുമ്പോൾ സുധീഷ് 6 മാസത്തെ സമയം ചോദിക്കുകയും ഈ 6 മാസത്തിനുള്ളിൽ സുഭാഷ് ചാന്ദിനിക്ക് 25 ലക്ഷം രൂപയും 30 പവനും കൊടുക്കുമെന്ന് പറയുകയുമാണ്. ഇത് കേട്ട് എല്ലാവരും ഞെട്ടിയിരിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ വിവാഹം നടത്താമെന്ന് ചാന്ദിനിയുടെ അച്ഛനും അമ്മയും സമ്മതിക്കുന്നു. സുഭാഷും ചാന്ദിനിയും വിഷമത്തോടുകൂടി മുഖത്തോട് മുഖം നോക്കുകയാണ്. ഈ സമയം കിളിക്കൂട്ടിലേക്ക് വന്ന നീതു ഹരീഷിനും നികേഷിനും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുകയാണ്. ഇഡലി ഉണ്ടാക്കുന്ന നീതുവിന്റെ കൈ പൊള്ളുമ്പോൾ അരികിലേക്ക് വന്ന ഹരീഷ് ചോദിക്കുന്നു, എന്തു പറ്റി നീതു? കൈ പൊള്ളിയെന്ന് നീതു പറയുമ്പോൾ ഹരീഷ് പറയണ, ഇതുകൊണ്ടാ പറഞ്ഞത് നീ ഒന്നും ചെയ്യണ്ടാന്ന്. കൈ ചുവന്നിട്ടുണ്ടല്ലോ, കൈ ഇങ്ങോട്ട് കാണിക്കെന്ന് പറഞ്ഞ് നീതുവിന്റെ കൈയിലേക്ക് വെള്ളം ഒഴിക്കുകയാണ് സുധീഷ്. ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നീതു പറയുന്നു, കുഴപ്പമില്ല ഹരീഷ്. ഇപ്പൊ എന്താ ചെയ്യണ്ടേന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നീതു പറയണ, ഇഡലി എടുക്കണം. ഹരീഷിനെ കൊണ്ട് അതെടുക്കാൻ പറ്റില്ല, ഞാൻ തന്നെ എടുക്കാം. ഇഡലി എടുത്ത് നീതു വിഷമത്തോടുകൂടി ഹരീഷിനെ നോക്കുമ്പോൾ ഹരീഷ് ചോദിക്കുകയാണ്, ഇതാണോ നീ നന്നായി ഉണ്ടാക്കി ഇഡലി? ഒട്ടുന്നുണ്ടല്ലോ. അപ്പൊ നീതു പറയണ, അത് ശരിയാണല്ലോ, ഒട്ടുന്നുണ്ട്, തുണി വെക്കണമായിരുന്നു. അപ്പൊ ഹരീഷ് പറയുന്നു, സാരമില്ല, ഇഡലിയുടെ ഷേപ്പ് വേറെയാണെന്നല്ലേ ഉള്ളൂ, മാവ് വെന്തിട്ടുണ്ട്, ഇത്ര മതി. ഇഡലി മുഴുവനായിട്ട് അങ്ങ് കഴിക്കില്ലല്ലോ, മുറിച്ചല്ലേ എല്ലാവരും കഴിക്കുക, അതുകൊണ്ട് കുഴപ്പമില്ല, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇത് കേട്ട് നീതു പറയണ, ഹരീഷ് സ്വീറ്റാ. ഇഡലി കഴിച്ചു നോക്കി ഹരീഷ് ചോദിക്കാണ്, എന്താടി ഇത്, മാവിലെ ഉപ്പിട്ടില്ലേ? ഇഡലി മാവിലെ ഉപ്പിടുമോന്ന് നീതു ചോദിക്കുമ്പോൾ ഹരീഷ് ചോദിക്കണേ, എന്താടി ഇത്, മാവിനകത്ത് ഉപ്പിടുമെന്ന് പോലും നിനക്കറിയില്ലേ? അപ്പൊ നീതു പറയണ, ഇല്ല ഹരീഷ്, എനിക്ക് അറിയില്ലായിരുന്നു. ഇഡലി പൊടിയുണ്ട്, അതിന് നല്ല എരിയാ, അതിൽ തൊട്ട് കഴിക്കുമ്പോൾ ഉപ്പില്ലാത്തത് അറിയില്ല. ഈ ചെറിയൊരു കാര്യം പോലും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വയ്യേ? അപ്പൊ ഹരീഷ് പറയുന്നു, ശരി, നീ ഇഡലി എടുത്ത് വെക്ക്. അവിടേക്ക് വന്ന നികേഷ് ചോദിക്കുന്നു, റെഡിയായോ? കോളേജിൽ പോകാൻ സമയമായി. റെഡിയായെന്ന് ഹരീഷ് പറയുമ്പോൾ നീതു പറയണ, നികേഷ് ഞാൻ ഇപ്പൊ എടുത്തു തരാമേ. അങ്ങനെ അവർക്ക് പ്ലേറ്റിലേക്ക് ഇഡലി എടുത്തു കൊടുക്കുകയാണ് നീതു. നികേഷ് വിഷമത്തോടു കൂടി ഹരീഷിനെ നോക്കുമ്പോൾ ഹരീഷ് പറയുന്നു, ഇന്നൊരു ദിവസം നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്. ഭാസ്കറിന്റെ അരികിലേക്ക് വന്ന നീതു ചോദിക്കുന്നു, ഇഡലി എടുക്കട്ടെ? അപ്പൊ ഭാസ്കരൻ പറയണ, അയ്യോ വേണ്ട, ഇന്ന് ചൊവ്വാഴ്ചയല്ലേ, ഇന്ന് ഞാൻ വ്രതത്തിലാ, ഒരു നേരമേ കഴിക്കത്തുള്ളൂ. ഇത് കേട്ട് നീതു വിഷമത്തോടു കൂടി നിൽക്കുമ്പോൾ ആളെ വിട്ടേരെന്ന് പറഞ്ഞ് ഷർട്ട് എടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ് ഭാസ്കരൻ. അപ്പൊ ഹരീഷ് പറയണ, അത് വിട്ടേര് നീതു, ഞങ്ങൾ കഴിക്കുന്നില്ലേ? ഹരീഷും നികേഷും വിഷമത്തോടു കൂടി ഇഡലി കഴിക്കുമ്പോൾ നീതു പറയണ, അയ്യോ നികേഷിന് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് വേണ്ടേ? അപ്പൊ നികേഷ് പറയണ, അയ്യോ വേണ്ട, ഞാൻ ക്യാന്റീനിൽ നിന്ന് കഴിച്ചോളാം. അതെ അതെ, അവൻ ക്യാന്റീനിൽ നിന്ന് കഴിച്ചോളൂ എന്ന് ഹരീഷ് പറയുമ്പോൾ നീതു പറയണ, ഞാൻ ഇവിടെ ഉള്ളപ്പോൾ നീ എന്തിനാ ക്യാന്റീനിൽ നിന്ന് കഴിക്കുന്നേ? നല്ല ഇഡലി ഇല്ലേ? ഉച്ചക്കത്തേക്കുള്ള ലഞ്ചിന് ഞാൻ ഇഡലി തന്നുവിടാം. ശരി, ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് നികേഷ് കോളേജിലേക്ക് പോകാനായി ഇറങ്ങുമ്പോൾ അരികിലേക്ക് ഓടി വന്ന ഹരീഷ് പറയുന്നു, എടാ 500 രൂപയുണ്ട്, നിനക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും വാങ്ങിച്ചു കഴിക്കണേ. ലഞ്ച് ബോക്സുമായി അവിടേക്ക് വന്ന നീതു പറയുന്നു, നികേഷ് ലഞ്ചിന് കഴിക്കണേ? ശരി, ഞാൻ വരട്ടെ എന്ന് പറഞ്ഞ് നികേഷ് വിഷമത്തോടു കൂടി അവിടെ നിന്ന് പോവുകയാണ്. സന്തോഷത്തോടു കൂടി നീതു പറയുന്നു, ഞാൻ സൂപ്പർ അല്ലേ ഹരീഷേ? ആദ്യം രാവിലെ എഴുന്നേറ്റ് വീട്ടിൽ നിന്ന് വഴക്ക് വാങ്ങിച്ച് ഇഡ്ഡലി മാവുമായി ഇവിടെ വന്ന് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തന്ന് നികേഷിന് ലഞ്ച് ആക്കി കൊടുത്ത് എന്തൊക്കെ ചെയ്ത് ഞാൻ? എനിക്ക് എന്നെ കുറിച്ച് തന്നെ ഓർക്കുമ്പോൾ അഭിമാനം തോന്നുവാ. ഇത് കേട്ട് പുഞ്ചിരിച്ച് തലയാട്ടുകയാണ് ഹരീഷ്. തുടർന്ന് ചാന്ദിനിയുടെ വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി സുഭാഷും ചാന്ദിനിയും വിഷമത്തോടുകൂടി മുഖത്തോട് മുഖം നോക്കുകയാണ്. കുറച്ചപ്പുറത്തായി നിൽക്കുന്ന സുധീഷും നിധിയും അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. സുഭാഷിന്റെ കയ്യിൽ പിടിച്ച ചാന്ദിനി പറയുന്നു, എനിക്ക് വേണ്ടി ഇത്രയും ദൂരം വന്നില്ലേ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താ തീരുമാനം? അപ്പൊ സുഭാഷ് പറയണ, ചാന്ദിനിയുടെ അച്ഛനും അമ്മയും 6 മാസത്തെ സമയം തന്നിട്ടില്ലേ, നമുക്ക് നോക്കാം. എനിക്ക് അങ്ങനെയൊന്നും ചാന്ദിനിയെ വിട്ടുകളയാൻ പറ്റില്ല. ഇത് കേട്ട് കണ്ണു നിറഞ്ഞ് സുഭാഷിനെ കെട്ടിപ്പിടിക്കുകയാണ് ചാന്ദിനി. സുഭാഷ് കണ്ണു നിറഞ്ഞ് സ്നേഹത്തോടുകൂടി ചാന്ദിനിയെ ചേർത്ത് പിടിക്കുന്നു. ഇത് കണ്ടു പുഞ്ചിരിച്ച് സുധീഷ് പറയണ, നിധി കണ്ടില്ലേ അവരുടെ ഉള്ളിലെ സ്നേഹം? നമുക്ക് ആരും അറിയാതെ ഇവരെ രണ്ടുപേരെയും വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയാലോ? നമ്മൾ എങ്ങോട്ട് പോകുമെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, നമ്മുടെ വീട്ടിലേക്ക്. ഇത് കേട്ട് നിധി ചോദിക്കാണ്, പിന്നാലെ തോക്കുമായിട്ട് ആള് വരും. അപ്പൊ സുധീഷ് പറയുന്നു, അയ്യോ ഞാനത് മറന്നുപോയി. നിധി ചോദിക്കാണ്, അകത്ത് വെച്ച് സുധീഷ് പറഞ്ഞില്ലേ 25 ലക്ഷം രൂപയും 30 പവൻ സ്വർണവും കൊടുക്കുമെന്ന്? എന്ത് ധൈര്യത്തിലാ ഇങ്ങനെ അടിച്ചു വിട്ടത്? അപ്പൊ സുധീഷ് പറയണ, അതിനെ കുറിച്ചൊന്നും സംസാരിക്കണ്ട നിധി. നോക്ക്, സുഭാഷേട്ടനും ചാന്ദിനിയും സന്തോഷമായിട്ട് സംസാരിക്കുന്നത് കണ്ടില്ലേ? 2-3 ദിവസമായിട്ട് സുഭാഷേട്ടൻ ആരോടും ശരിക്കും സംസാരിക്കുന്നത് പോലും ഇല്ലായിരുന്നു. ഇപ്പോഴാ സുഭാഷേട്ടന്റെ മുഖത്തൊരു വെളിച്ചം കണ്ടത്. സുഭാഷേട്ടന്റെ സന്തോഷത്തിന്റെ ചാവി ചാന്ദിനിയുടെ കയ്യിലാണല്ലേ? തുടർന്ന് സുഭാഷ് പറയുന്നു, ചാന്ദിനി അങ്കിളിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ ആകണ്ട. ഇത് കേട്ട് കണ്ണു നിറഞ്ഞ് ചാന്ദിനി സുഭാഷിനെ കെട്ടിപ്പിടിക്കുകയാണ്. ഈ സമയം ചാന്ദിനിയുടെ അമ്മ ഉറക്കെ ചാന്ദിനി എന്ന് വിളിച്ച അവിടേക്ക് വരികയാണ്. ഞെട്ടി ചാന്ദിനി പിന്നോട്ടേക്ക് മാറുമ്പോൾ അവിടേക്ക് വന്ന അമ്മ പറയുന്നു, അച്ഛൻ വിളിക്കുന്നുണ്ട്, പെട്ടെന്ന് വാ, ദാ വരുന്നത് പറഞ്ഞ് ചാന്ദിനി അമ്മയുടെ പിന്നാലെ പോകുമ്പോൾ സുഭാഷും പിന്നാലെ പോവുകയാണ്. അച്ഛൻ പറയുന്നു, എത്ര സമയമായി? അവിടേക്ക് വന്ന സുഭാഷ് പറയുന്നു, അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ, ഭയ
കഴിച്ചിട്ട് പോകാന്ന് അവിനാശ് പറയുമ്പോൾ സുഭാഷ് പറയണ സാരമില്ല അവിനാശ്, ഞങ്ങൾ കഴിക്കാനൊന്നും നിൽക്കുന്നില്ല, ഞങ്ങൾ ഇറങ്ങട്ടെ, പോയിട്ട് വരാം. അങ്ങനെ സുഭാഷ് വിഷമത്തോടുകൂടി ചാന്ദിനിയെ നോക്കുമ്പോൾ ചാന്ദിനി കണ്ണു നിറങ്ങിയ സുഭാഷിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. സുഭാഷും സുധീഷും നിധിയെ അവിടെ നിന്ന് പോകുമ്പോൾ ചാന്ദിനി പിന്നാലെ പോകാനായി തുടങ്ങുകയാണ്. കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അമ്മ പറയുന്നു, എവിടെ പോവാ നീ, അകത്തേക്ക് വാ, കേറി വാന്ന് പറഞ്ഞ് ചാന്ദിനിയെ പിടിച്ചു വലിച്ച റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. ചാന്ദിനി പൊട്ടിക്കറങ്ങി അവിടേക്ക് ഇരിക്കുന്നു. സുഭാഷ് തിരിഞ്ഞു നോക്കുന്നുവെങ്കിലും ചാന്ദിനി അവിടെയെങ്ങും കാണുന്നില്ല. കാറിന്റെ അരികിലേക്ക് വന്ന അവിനാശിനോട് യാത്ര പറഞ്ഞ് സുഭാഷും സുധീഷും നിധിയും കാറിൽ കയറി അവിടെ നിന്ന് പോവുകയാണ്. ചാന്ദിനിയുടെ അമ്മ ചോദിക്കുന്നു, കല്യാണം നടത്തി കൊടുക്കാമെന്ന് പറയുന്നു, നിങ്ങൾക്ക് അങ്ങനെ വല്ല ആലോചനയുണ്ടോ? അപ്പൊ ചാന്ദിനിയുടെ അച്ഛൻ പറയണ, നമുക്ക് നോക്കാം, അവര് പറഞ്ഞ വാക്ക് പാലിക്കുമെന്ന്. തുടർന്ന് ഹരീഷും ചന്തുവും വർക്ക്ഷോപ്പിൽ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ക്ഷീണത്തോടുകൂടി പതിയെ അവിടേക്ക് വരികയാണ് ഭാസ്കരൻ. ചന്തു ചോദിക്കുന്നു, ആശാന്റെ അച്ഛനല്ലേ അത്, എന്തുപറ്റി, കടയുടെ ഭാഗത്തേക്കൊന്നും വരാറില്ലല്ലോ? അവിടെ കിട്ടുന്ന ഭാസ്കരൻ പറയുന്നു, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണം, ഇപ്പൊ തരാമെന്ന് പറഞ്ഞ് ചന്തു വെള്ളം എടുത്ത് കൊടുക്കുകയാണ്. ഭാസ്കരനെ ശ്രദ്ധിക്കുന്ന ഹരീഷ് ചോദിക്കുന്നു, എന്തുപറ്റി, എന്തെങ്കിലും വയ്യായ്മയുണ്ടോ, നല്ല ക്ഷീണം തോന്നുന്നുണ്ടല്ലോ, നിങ്ങൾ അങ്ങനെ കടയിലേക്കൊന്നും വരാറില്ലല്ലോ, ഇപ്പൊ എന്തുപറ്റി? അപ്പൊ ഭാസ്കരൻ പറയണ, ഞാൻ സൈക്കിളിൽ വന്നോണ്ടിരിക്കുകയായിരുന്നു, പെട്ടെന്ന് തല ചുറ്റി, എങ്കിൽ പിന്നെ വീട്ടിലേക്ക് പോയി ഇരിക്കാന്ന് കരുതിയപ്പോൾ തലകറക്കം കാരണം മുന്നോട്ട് നടക്കാൻ പറ്റുന്നില്ലായിരുന്നു, എന്നെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമോ? ശരി പോകാമെന്ന് ഹരീഷ് പറയുമ്പോൾ ചന്തു പറയുകയാണ്, കുഴപ്പമൊന്നും ഇല്ലായിരിക്കും. അപ്പൊ ഭാസ്കരൻ പറയുന്നു, തല കറങ്ങുന്നടാ, എനിക്ക് വയ്യ. ഇത് കേട്ട് ശരി നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാന്ന് പറഞ്ഞ് ബൈക്കിന്റെ കീ എടുത്ത് ഹരീഷ് പറയണ, ചന്തു കട നോക്കിക്കോണം, ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വരാം, ബൈക്കിൽ ഇരിക്കാൻ പറ്റുമോ? ഇരിക്കാമെന്ന് ഭാസ്കരൻ തലയാട്ടുകയാണ്. ഒന്ന് ആലോചിച്ച് ഹരീഷ് പറയുന്നു, അല്ലെങ്കിൽ വേണ്ട, ഞാനൊരു ഓട്ടോ വിളിക്കാം, നമുക്ക് ഓട്ടോയിൽ പോകാം. അങ്ങനെ ആ വഴി വന്ന ഒരു ഓട്ടോയ്ക്ക് കൈ കാണിച്ച് ഹരീഷ് പറയുന്നു, ചേട്ടാ ഹോസ്പിറ്റലിൽ പോണം, വാ പോകാമെന്ന് ആ ചേട്ടൻ പറയുമ്പോൾ ഹരീഷ് ഭാസ്കരന്റെ അരികിലേക്ക് വന്ന് കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുന്നു, വാ പോകാം, സൂക്ഷിച്ചു വേണേ. ചന്തു ഞങ്ങൾ പോയിട്ട് വരാന്ന് പറഞ്ഞ് ഹരീഷ് ഭാസ്കരന്റെ ഒപ്പം ഓട്ടോയിൽ കയറി അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് വന്ന ഭാസ്കരൻ ഡോക്ടറിനോട് പറയുന്നു, എന്താണെന്ന് അറിയത്തില്ല ഡോക്ടർ, പെട്ടെന്ന് തല ചുറ്റാൻ തുടങ്ങി, ശരീരത്തിനൊക്കെ നല്ല ക്ഷീണം തോന്നി, നന്നായി നടക്കുകയും സൈക്കിൾ ചവിട്ടുകയും ഒക്കെ ചെയ്യുന്നതാ, പക്ഷേ ഇന്നെനിക്ക് അതിനൊന്നിനും പറ്റുന്നില്ലായിരുന്നു. ഇതെല്ലാം കേട്ട് ടെൻഷനോടുകൂടി ഭാസ്കരനെ നോക്കുകയാണ് ഹരീഷ്. ഭാസ്കരനെ പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ പറയുന്നു, BP 190 ഉണ്ട്, അതാണ് പ്രശ്നം, BP-യുടെ ഗുളിക കഴിച്ചില്ലായിരുന്നോ? ഇത് കേട്ട് ഭാസ്കരൻ ചോദിക്കണ, BP-യുടെ ഗുളികയോ ഡോക്ടർ, എനിക്ക് BPയും ഷുഗറും ഒന്നുമില്ല. അപ്പൊ ഡോക്ടർ പറയണ, BP ഉണ്ട്, അവസാനമായിട്ട് എന്നാ BP ചെക്ക് ചെയ്ത്? ഇത് കേട്ട് ഹരീഷിനെ ഒന്ന് നോക്കിയിട്ട് ഭാസ്കരൻ പറയണ, BP ഉണ്ടെങ്കിലല്ലേ ചെക്ക് ചെയ്തുള്ളൂ. അപ്പൊ ഡോക്ടർ പറയണ, BP ഉണ്ട്, 190 എന്ന് പറയുന്നത് ഹൈ BP-യാ, BP-യുടെ ഗുളിക കഴിച്ചേ പറ്റൂ, BP കുറഞ്ഞത് കൊണ്ടാണ് തലകറക്കവും ക്ഷീണവും ഒക്കെ വന്നത്, BP കുറയാനുള്ള ഗുളിക തരാം, ഒരാഴ്ച ആ ഗുളിക കഴിക്കണം, BP കുറഞ്ഞതിന് ശേഷം എന്ത് വേണോന്ന് പറയാം, ചില ടെസ്റ്റിനൊക്കെ എഴുതി തരാം. ഇത് കേട്ട് ഹരീഷ് ചോദിക്കുന്നു, ഇപ്പൊ തന്നെ ടെസ്റ്റിന് പോണോ ഡോക്ടർ? അപ്പൊ ഡോക്ടർ പറയണ, ഇപ്പൊ തന്നെ വേണമെന്നില്ല, ആദ്യം BP കുറയട്ടെ, അതിനുശേഷം ടെസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ചെക്കപ്പിന് വന്നാ മതി. ശരി ഡോക്ടർ എന്ന് ഹരീഷ് പറയുമ്പോൾ ഡോക്ടർ ടെസ്റ്റിനുള്ളതെല്ലാം എഴുതി കൊടുക്കുകയാണ്. തുടർന്ന് ഡോക്ടർ പറയുന്നു, ഭാസ്കരൻ ടെൻഷൻ ആകണ്ട, നന്നായി ഭക്ഷണം കഴിച്ച് റെസ്റ്റ് എടുക്കണം, ഗുളിക മറക്കാതെ കഴിക്കണം, എല്ലാം ശരിയായിക്കോളും. താങ്ക് യു ഡോക്ടർ എന്ന് പറഞ്ഞ് ഭാസ്കരനെയും കൂട്ടി ഹരീഷ് അവിടെ നിന്ന് പോവുകയാണ്. തുടർന്നവർ കടയിലേക്ക് വരുമ്പോൾ ചന്തു ചോദിക്കുന്നു, അച്ഛാ ഡോക്ടർ എന്ത് പറഞ്ഞു? അപ്പൊ ഭാസ്കരൻ പറയണ, BP കുറച്ച് കൂടുതലാടാ, അതിനുള്ള ഗുളിക തന്നിട്ടുണ്ട്, കുറച്ച് റെസ്റ്റ് എടുത്താൽ ശരിയാകുമെന്ന് പറഞ്ഞു. കടയിലേക്കൊരു പായും തലയിണയും ഇട്ടുകൊടുത്ത് ഹരീഷ് പറയുന്നു, വാ നല്ല ക്ഷീണം ഉള്ളതല്ലേ, കിടന്നോ. ഇത് കേട്ട് ഭാസ്കരൻ പായിലേക്ക് ഇരിക്കുമ്പോൾ ഫാൻ ഇട്ടുകൊടുത്ത് ഹരീഷ് ചോദിക്കണ, കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? അപ്പൊ ഭാസ്കരൻ പറയണ, ഞാൻ രാവിലെ കഴിച്ചിട്ടാടാ വന്നേ, എങ്കിൽ പിന്നെ ജ്യൂസ് കുടിക്കെന്ന് പറഞ്ഞ് ഹരീഷ് ഭാസ്കരന് കവറിൽ നിന്നും ജ്യൂസ് എടുത്ത് കൊടുക്കുകയാണ്. ഭാസ്കരൻ അത് കുടിക്കുമ്പോൾ ടാബ്ലറ്റ് എല്ലാം എടുത്ത് നോക്കി ഹരീഷ് പറയുന്നു, ചന്തു കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. ചന്തു വെള്ളം എടുത്ത് ഭാസ്കരന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ടാബ്ലറ്റ് എല്ലാം എടുത്ത് ഭാസ്കരന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ഹരീഷ്. ഭാസ്കരൻ അത് കഴിക്കുമ്പോൾ ഹരീഷ് ചോദിക്കുന്നു, വെള്ളം മതിയോ? മതിയെന്ന് ഭാസ്കരൻ തലയാട്ടുമ്പോൾ ഹരീഷ് പറയണ, ഇനി കുറച്ചു നേരം റെസ്റ്റ് എടുക്ക്, കിടന്നോ. ഭാസ്കരൻ സ്നേഹത്തോടുകൂടി ഹരീഷിനെ തന്നെ നോക്കിയിരിക്കുകയാണ്. ഹരീഷ് ചോദിക്കുന്നു, എന്തെങ്കിലും നോക്കിയിരിക്കുന്നത്, കിടക്ക്. ഇത് കേട്ട് ഭാസ്കരൻ കണ്ണടച്ച് കിടക്കുകയാണ്. ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹരീഷ് ഇടയ്ക്കിടയ്ക്ക് ഭാസ്കരനെ നോക്കുന്നുണ്ട്. തുടർന്ന് രാത്രി പുറത്തിരിക്കുന്ന ഭാസ്കരന് മരുന്നെടുത്ത് കൊടുക്കുകയാണ് ഹരീഷ്. അവിടേക്ക് വന്ന നീതു ചോദിക്കുന്നു, ഹരീഷ് ഇവിടെ ഇരിക്കുകയാണോ? അതെ നീതു എന്ന് ഹരീഷ് പറയുമ്പോൾ നികേഷ് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. നീതു ചോദിക്കുന്നു, നീ കഴിച്ചോടാ? നികേഷ് പറയണ, നന്നായി കഴിച്ചു, പൊറോട്ടയും ചിക്കൻ 65 ഒക്കെ ഹരീഷ് ഏട്ടൻ വാങ്ങിച്ചു തന്നു. ഇത് കേട്ട് നീതു ചോദിക്കണേ, എന്താ ഹരീഷ് ഇത്, ഞാൻ വന്ന് ഉണ്ടാക്കി തരത്തില്ലായിരുന്നോ? നികേഷിനെ ഒന്ന് നോക്കിയിട്ട് ഹരീഷ് പറയുന്നു, അത് സാരമില്ല നീതു, നീ ഒരുപാട് കഷ്ടപ്പെടുകയല്ലേ. അപ്പൊ നീതു പറയണ, അതും ശരിയാ, 2 ദിവസമായിട്ട് വലിയ കഷ്ടപ്പാടായിരുന്നു, രാത്രി പറ്റുമെങ്കിൽ പുറത്തുനിന്ന് കഴിക്കാൻ പറ്റുമെന്ന് ഞാൻ തന്നെ നിന്നോട് ചോദിക്കാൻ വേണ്ടി ഇരുന്നതാ. നിധി ചേച്ചി ഉള്ളപ്പോഴും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പുറത്തുനിന്ന് കഴിക്കാറുണ്ടോ? അപ്പൊ ഹരീഷ് പറയണ, അത് ഇടയ്ക്കിടയ്ക്ക് വാങ്ങാറുണ്ട്, നിനക്ക് വേണ്ടി ഞാൻ പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ട്, കഴിക്കുന്നോ ഇപ്പം? ഇത് കേട്ട് നിധു ചോദിക്കണ, ഞാൻ വരുമെന്ന് നിനക്ക് അറിയാമായിരുന്നോ ഹരീഷ്? പുഞ്ചിരിച്ച നികേഷ് പറയുകയാണ്, അറിയാവുന്നത് കൊണ്ടല്ലേ ഹരീഷ് ഏട്ടൻ ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് വന്നേ. ഇത് കേട്ട് നികേഷിനെ ഒന്ന് നോക്കിയിട്ട് ഹരീഷ്
പറയണ നീ വരുമെന്ന് എനിക്ക് അറിയായിരുന്നു. പാവം നീ എത്ര കഷ്ടപ്പെട്ട ജോലികളെല്ലാം ചെയ്യുന്നേ. അതുകൊണ്ടാ ഞങ്ങള് വാങ്ങിച്ചോണ്ട് വന്നേ. അല്ലേടാ നികേഷ്? പുഞ്ചിരിച്ച നികേഷ് പറയുന്നു അതെ ഹരീഷേട്ടാ. പുഞ്ചിരിച്ച് നിധു പറയുന്നു ശരി ശരി. നിങ്ങളുടെ അച്ഛൻ എന്തു പറ്റി സൈലന്റ് ആയിട്ടിരിക്കുന്നു? അപ്പൊ ഹരീഷ് പറയണ വയ്യാതിരിക്കുക, BP കൂടി. നിധു ചോദിക്കുന്നു BP കൂടിയെന്നോ? BPയുടെ ഗുളിക കഴിച്ചില്ലായിരുന്നോ? ഇത് കേട്ട ഹരീഷ് പറയണ BP ഉള്ള കാര്യം അറിഞ്ഞിട്ട് വേണ്ടേ, പിന്നെ എങ്ങനെ ഗുളിക കഴിക്കാനാ? അതെന്താ അറിയാഞ്ഞതെന്ന് നിധു ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയണ മോളെ ഞാൻ എങ്ങനെ അറിയാനാ, ഞാൻ എന്താ ഡോക്ടറാണോ? ഇത് കേട്ട നിധു പറയണ ഡോക്ടർ അല്ലാന്ന് എനിക്കും അറിയാം. അതുകൊണ്ട് ശരീരത്തിന്റെ വയ്യായ്മ അവരവരറിയാതിരിക്കോ? പെട്ടെന്നൊന്നും BP കൂടില്ല, നേരത്തെ തന്നെ BP ഉണ്ടായിരുന്നതായിരിക്കും. തലകറക്കം വന്നായിരുന്നോ? തലകറക്കവും ക്ഷീണവുമാണ് സാധാരണ വരുന്നത്. ഇത് കേട്ട് ഹരീഷ് പറയണ അതെ നിധു, അങ്ങനെയാ ഹോസ്പിറ്റലിൽ പോയത്. അപ്പൊ നിധു പറയുകയാണ് BP കൂടിയാൽ നല്ല ക്ഷീണം ഉണ്ടാകും, നന്നായി ഫുഡ് കഴിക്കണം. ഒരുപാട് ഓയിലി ആയിട്ടുള്ള ഫുഡൊന്നും കഴിക്കാൻ പാടില്ല, ഉപ്പും കഴിക്കാൻ പാടില്ല. ഇഡ്ലി മാവിൽ എന്തായാലും ഞാൻ ഉപ്പിടാഞ്ഞത് കാര്യമായി. BP പേഷ്യൻസ് നന്നായി കൺട്രോൾ ചെയ്തേ പറ്റൂ. ഇത് കേട്ട് ഹരീഷ് പറയണം വാ നീതു നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. തുടർന്ന് അകത്തേക്ക് കയറി വന്ന നീതു ചോദിക്കണ എന്താ ഇത്? കഴിച്ച പാത്രം, ചായ കുടിച്ച ഗ്ലാസ് എല്ലാം അതുപോലെ തന്നെ ഇരിപ്പുണ്ടല്ലോ, ഇവിടെ എന്താ ആർക്കും ഉത്തരവാദിത്വം ഇല്ലേ? ദേ നോക്ക് ഈച്ചയൊക്കെ വന്നത്. ഇതൊക്കെ കഴിച്ചാലുടനെ കഴുകി വെക്കണം, ഇല്ലെങ്കിൽ ഈച്ചയും കൊതുകും ഒക്കെ വരും. രാത്രി ഉറങ്ങുമ്പോൾ കൊതുക് നിങ്ങളെയാണ് കടിക്കുക. ഇതൊന്നും നിങ്ങളുടെ ചേട്ടൻ പറഞ്ഞു തന്നിട്ടില്ലേ? നികേഷ് ചോദിക്കുന്നു എന്തിനാ ഇങ്ങനെ വഴക്ക് പറയുന്നേ? അപ്പൊ നീതു ചോദിക്കാണ് പിന്നെ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാ, ഇതൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? അങ്ങനെ നീതു പ്ലേറ്റും ഗ്ലാസും ഒക്കെ എടുക്കുമ്പോൾ ഹരീഷ് സഹായിക്കാനായി വരികയാണ്. ഹരീഷിനെ തുടങ്ങിക്കൊണ്ട് നീതു പറയണ എടുക്കണ്ട, ഇതെല്ലാം ഞാൻ എടുത്തോളാം. ഇങ്ങനെയാണ് നിങ്ങളെ വളർത്തിയേക്കുന്നത്, ഞാനായിരുന്നെങ്കിൽ തലക്കിട്ടൊരെണ്ണം തന്നേനെ. തുടർന്ന് ഭക്ഷണം കഴിക്കാനായി വരുന്ന നീതു എവിടെ നിന്നാ പൊറോട്ട വാങ്ങിയത്? എന്നോട് ചോദിച്ചിട്ട് വാങ്ങിച്ചാ പോരായിരുന്നോ? ഞാൻ പറഞ്ഞു തരുമായിരുന്നല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട എവിടാ കിട്ടുന്നതെന്ന്. ഇത് കട്ടിയുള്ള പൊറോട്ടയാ. ഇത് കേട്ട് നികേഷ് പതിയെ പറയുന്നു ഹരീഷ് ഏട്ടാ നല്ല പൊറോട്ടയായിരുന്നല്ലോ. നീതു പൊറോട്ടയും ചിക്കൻ 65 ഒക്കെ കഴിക്കുകയാണ്. ഹരീഷും നികേഷും നീതുവിനെ തന്നെ നോക്കിയിരിക്കുന്നു. തുടർന്ന് ഹോട്ടലിലേക്ക് വന്ന സുഭാഷ് വിഷമത്തോടുകൂടി ഓർക്കുകയാണ് വീട്ടിൽ വെച്ച് ചാന്ദിനിയെ കണ്ടതും ചാന്ദിനി കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചതുമല്ല. നിധിയും വിഷമത്തോടുകൂടി ആലോചിച്ചിരിക്കുന്നു. അവിടേക്ക് വന്ന സുധീഷ് പറയുന്നു സുഭാഷ് ഏട്ടാ നിധി ചപ്പാത്തി വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്, അത് കഴിക്ക്. ഇവിടെ ചോറൊന്നും കിട്ടില്ല, എവിടെ നോക്കിയാലും ചപ്പാത്തിയാ. 2 ദിവസം ഇത് കഴിച്ചാൽ പല്ല് സ്ട്രോങ് ആകും. സുഭാഷ് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. തട്ടി പിടിച്ചുകൊണ്ട് സുധീഷ് പറയണ സുഭാഷേട്ടനോടാ ഞാൻ പറഞ്ഞേ. സുഭാഷേട്ടൻ എങ്ങോട്ടോ നോക്കിയിരിക്കുകയാണല്ലോ, എന്താ ഈ ആലോചിക്കുന്നേ? അപ്പൊ സുഭാഷ് പറയണ എടാ സുധീഷേ 6 മാസത്തിനുള്ളിൽ 25 ലക്ഷം രൂപ ചാന്ദിനിയുടെ അക്കൗണ്ടിലിടാം, 30 പവൻ ചാന്ദിനിക്ക് കൊടുക്കാന്നൊക്കെ പറഞ്ഞില്ലേ, ഇതൊക്കെ നമ്മൾ എങ്ങനെ കൊടുക്കാനാടാ? ഇത് കേട്ട് നിധി പറയണ സുഭാഷേട്ടാ ഇത് ഞാൻ അവിടെ വെച്ച് തന്നെ ചോദിച്ചതാ. അപ്പൊ സുധീഷ് പറഞ്ഞു ഇതൊക്കെ പിന്നെ സംസാരിക്കാമെന്ന്. ഇപ്പൊ റൂമിലേക്ക് വന്നില്ലേ, ഇനിയും പറ എന്ത് ധൈര്യത്തിലാ സുധീഷ് അങ്ങനെ പറഞ്ഞേ? അപ്പൊ സുധീഷ് പറയണ നമ്മുടെ കയ്യിൽ പണം ഇല്ലാന്ന് പറഞ്ഞല്ലേ അവര് നമ്മളെ ലോക്ക് ചെയ്ത്. അപ്പൊ അതേ പോയിന്റ് വെച്ചല്ലേ നമുക്കും അവരെ ലോക്ക് ചെയ്യാൻ പറ്റും. ഇത് കേട്ട് സുഭാഷ് ചോദിക്കണ എടാ 6 മാസത്തിനുള്ളിൽ നമ്മൾ എങ്ങനെ ഇത്രയൊക്കെ കൊടുക്കുക? അപ്പൊ സുധീഷ് പറയണ അവരുടെ സംസാരം സുഭാഷേട്ടനും കേട്ടതല്ലേ, ആ സമയത്ത് ഞാൻ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവര് നമ്മളെ അവിടെ നിറക്കി വിട്ടേനെ. വിവാഹം നടക്കില്ല എന്ന് അവര് പറയുന്നത് കേൾക്കാനല്ലല്ലോ നമ്മൾ ഇങ്ങോട്ട് വന്നേ, സംസാരിച്ചവരുടെ മനസ്സ് മാറ്റാനല്ലേ ഇത്രയും ദൂരം വന്നേ. അതിന് എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. ഞാൻ ഇതൊക്കെ പറഞ്ഞത് കൊണ്ടാണ് അവര് ശരിയെന്ന് പറഞ്ഞ് കാത്തിരിക്കാൻ ഒരു മനസ്സ് കാണിച്ചത്. അപ്പൊ സുഭാഷ് പറയണ നീ പറഞ്ഞത് എനിക്ക് മനസ്സിലായി, പക്ഷെ 6 മാസത്തിനുള്ളിൽ നമ്മൾ എങ്ങനെ ഇത്രയും പണവും സ്വർണവും ഉണ്ടാക്കുക? അപ്പൊ സുധീഷ് ചോദിക്കുന്നു സുഭാഷ് ഏട്ടന് ചാന്ദിനി ഇഷ്ടമാണല്ലോ അല്ലേ? പറ സുഭാഷ് ഏട്ടാ. ഇഷ്ടമാണെന്ന് സുഭാഷ് പറയുമ്പോൾ സുധീഷ് ചോദിക്കാണ് ചാന്ദിനി ഇല്ലാതെ സുഭാഷ് ഏട്ടന് ജീവിക്കാൻ പറ്റില്ലല്ലോ, പിന്നെന്താ പ്രണയത്തിനു വേണ്ടി നമുക്ക് എന്തും ചെയ്യാം സുഭാഷ് ഏട്ടാ. അങ്ങനെ നിധി ഒന്ന് നോക്കിയിട്ട് സുധീഷ് പറയണ ഞാനൊക്കെ എന്റെ പ്രണയത്തിനു വേണ്ടി എന്തോരം അടി വാങ്ങിയിട്ടുണ്ടെന്നറിയോ? അതൊക്കെ താങ്ങണം സുഭാഷ് ഏട്ടാ, ചുമ്മാതെ കിട്ടില്ലല്ലോ. 6 മാസം സമയമുണ്ടല്ലോ നമുക്ക് നോക്കാം. ഇപ്പഴേ എന്തിനാ സുഭാഷ് ഏട്ടൻ ടെൻഷൻ ആകുന്നേ? ആദ്യം ഇത് കഴിക്ക് നിധി കഴിക്ക്. അപ്പൊ സുഭാഷ് പറയണ എടാ ഞാൻ പിന്നെ കഴിക്കാം, ഞാൻ റൂമിലേക്ക് പോകുക. അങ്ങനെ സുഭാഷ് അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നിധി പറയണ സുഭാഷ് ഏട്ടാ കഴിച്ചിട്ട് പോകും. അപ്പൊ സുഭാഷ് പറയണ എനിക്ക് വിശപ്പില്ല മോളെ, ഞാൻ പിന്നെ കഴിച്ചോളാം. അപ്പൊ നിധി പറയുന്നു സുധീഷെ സുഭാഷ് ഏട്ടന്റെ ഭക്ഷണം സുഭാഷ് ഏട്ടന്റെ കയ്യിലോട്ട് കൊടുക്ക്, റൂമിൽ ചെന്നിട്ട് വിശക്കുമ്പോൾ സുഭാഷ് ഏട്ടൻ ഇതെടുത്ത് കഴിക്കണം, കഴിക്കാതിരിക്കരുത്. ഇതാ സുഭാഷ് ഏട്ടാ പെട്ടെന്ന് എടുത്ത് കഴിക്കണേന്ന് പറഞ്ഞ് ഭക്ഷണം സുഭാഷിന്റെ കയ്യിൽ കൊടുത്തു വിടുകയാണ് സുധീഷ് ചോദിക്കുന്നു നിധി സുഭാഷ് ഏട്ടൻ എന്താ ഇങ്ങനെ അപ്സെറ്റ് ആയിട്ട് പോകുന്നേ? അപ്പൊ നിധി ചോദിക്കണ അപ്സെറ്റ് ആകാതെ ചാന്ദിനിയെ പറ്റിയെങ്കിൽ നമുക്ക് കൂട്ടിക്കൊണ്ട് പോകാന്നല്ല വിചാരിച്ചേ, അത് നടന്നില്ല. ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം 6 മാസത്തിനുള്ളിൽ ചെയ്യാമെന്ന വാക്ക് കൊടുത്തിരിക്കുക. അപ്പൊ സുധീഷ് പറയണ ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടാ അവര് കല്യാണത്തിന് സമ്മതിച്ചത്, അവര് സമ്മതിച്ചതോർത്ത് നിങ്ങൾക്ക് രണ്ടുപേർക്കും സന്തോഷമില്ലേ? അപ്പൊ നിധി പറയണ സുധീഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ ഈ കല്യാണം നടക്കൂ, 6 മാസം പെട്ടെന്ന് പോകും. അപ്പൊ സുധീഷ് പറയണ ചെയ്യണമെന്ന് വിചാരിച്ചാൽ അതൊക്കെ ചെയ്യാൻ പറ്റും, അവര് സമ്മതിച്ചില്ലേ, ആദ്യം അത് നടക്കണമെന്നല്ലേ നമ്മൾ ആഗ്രഹിച്ചു, അതേപോലെ നമ്മൾ പറഞ്ഞതെല്ലാം നടക്കും. 6 മാസത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും പറഞ്ഞ കാര്യം ചെയ്താൽ അവരുടെ സമ്മതത്തോടുകൂടി ഈ കല്യാണം നടത്താം. അപ്പൊ നിധി പറയണ ഞാൻ പറയുന്നത് കേട്ട് സുധീഷ് തെറ്റിദ്ധരിക്കരുത്, ചാന്ദിനിയുടെ അച്ഛനും അമ്മയും മാത്രം സമ്മതിച്ചാ പോരാ, അങ്കിളും സമ്മതിക്കണം. സുധീഷ് ചോദിക്കുന്നു അതോർത്ത് നമ്മളെന്തിനാ ടെൻഷൻ ആകുന്നത്? ചാന്ദിനിയുടെ അച്ഛനും അമ്മയും സമ്മതിച്ചാ പിന്നെ വേറെ ഒരു പ്രശ്നവും
കുഴപ്പമില്ല. അപ്പൊ നിധി പറയണ എനിക്കെന്തോ അവരുടെ അച്ഛനും അമ്മയും മനസ്സുകൊണ്ട് സമ്മതിച്ചതായിട്ട് തോന്നുന്നില്ല. അവരെന്ത് പറഞ്ഞാലും അവരെ ലോക്ക് ചെയ്യുന്ന രീതിയിലായിരുന്നു സുധീഷിന്റെ സംസാരം. നമ്മളെ പറഞ്ഞു വിടാൻ വേണ്ടി അവര് ശരിയെന്ന് പറഞ്ഞതുപോലെ എനിക്ക് തോന്നി. നമ്മൾ ഇവിടുന്ന് പോയാൽ ഉടനെ അവര് ചാന്ദിനിയുടെ കല്യാണം നടത്തിയാൽ എന്ത് ചെയ്യും? അപ്പൊ സുധീഷ് പറയണ അവരെന്നെ പറഞ്ഞില്ലേ 6 മാസം കഴിഞ്ഞിട്ടേ കല്യാണം നടത്തുമെന്ന്. അവര് കള്ളം പറഞ്ഞ് കല്യാണം നടത്താൻ ശ്രമിച്ചാൽ അവിനാശും ചാന്ദിനിയും എല്ലാം അവിടെ ഉണ്ടല്ലോ, അവര് നമ്മളെ അറിയിക്കില്ലേ? അങ്ങനെയൊന്നും നടക്കില്ല നിധി. ജീവിതത്തിൽ വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാ. ഞാൻ ചാന്ദിനിയുടെ അച്ഛനെ അമ്മയും വിശ്വസിക്കുന്നു. നമ്മൾ പറഞ്ഞ കാര്യം ചെയ്താൽ അവര് ഉറപ്പായും പറഞ്ഞ കാര്യം ചെയ്യും. ഓരോന്ന് ചിന്തിച്ചു കൂട്ടി എന്നോട് ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ കൺഫ്യൂഷൻ ആക്കല്ലേ നിധി. ഇതെടുത്ത് കഴിക്ക്. വിശന്നിരുന്നാലും ഇങ്ങനെയൊക്കെ ചിന്തിക്കും. നിധി കഴിക്ക്. അങ്ങനെ നിധിയും സുധീഷും ഭക്ഷണം കഴിക്കുകയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്